ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോർമൽ ഫോമിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമലൈസേഷൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടേബിളിനകത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിലുള്ള ഡാറ്റ റിഡൻഡൻസി, ഇൻകൺസിസ്റ്റൻസി, അനോമലീസ് അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ടേബിളിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് നോർമലൈസേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, BCNF അങ്ങനെ പറഞ്ഞിട്ട്. ഇതും ഓരോ നോർമലൈസേഷനും ഫസ്റ്റ് നോർമൽ ഫോം കഴിഞ്ഞ ശേഷം മാത്രമേ സെക്കൻഡ് പറ്റുള്ളൂ, സെക്കൻഡിന് ശേഷം തേർഡ്, തേർഡിന് ശേഷം BCNF. ആ ഒരു ഓർഡറിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ. സോ ഓരോ നോർമൽ ഫോമും അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ആ ഒരു ടേബിൾ പെർഫെക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് നോർമൽ ഫോം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇത് 3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആണ് നെക്സ്റ്റിലോട്ട് വരുന്നത്. സോ കഴിയുന്നത്ര അത് ഫോളോ ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് നോർമൽ ഫോമിലോട്ട് പോവാം. ഫസ്റ്റ് നോർമൽ ഫോം പറയുന്ന കണ്ടീഷൻ എന്താ നോക്കാം. ഇറ്റ് ഷുഡ് ഹാവ് ഓൺലി സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുന്നതാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് നോർമൽ ഫോമിൽ ആവണമെന്നുണ്ടെങ്കിൽ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് അലോ ചെയ്യില്ല എന്ന്. എന്താണ് ആട്രിബ്യൂട്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അതായത് ഒരു ടേബിളിനകത്ത് വരുന്ന കോളം നെയിംസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസ്, അതായത് കോളത്തിന്റെ ഉള്ളിൽ വരുന്ന എൻട്രീസിനെയാണ് നമ്മൾ അവിടുത്തെ വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ടേബിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ടേബിളിനകത്ത് കസ്റ്റമർ ID, കസ്റ്റമർ നെയിം, ബ്രാൻഡ്. നമ്മൾ എല്ലാവരും ഓൺലൈനായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു കസ്റ്റമർ ID ഉണ്ടായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിനകത്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് പ്ലസ് നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിന്റെ ബ്രാൻഡ്. പല ബ്രാൻഡിലുള്ള പ്രോഡക്റ്റ് തന്നെ ഒരു കസ്റ്റമർ മേടിക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ടേബിളിനകത്തുള്ളത്. ഇതിൽ പറയുന്ന അനുസരിച്ച് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട് മാത്രമേ അലോ ചെയ്യുള്ളൂ. അതായത് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് പോസിബിൾ അല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കുക, CID, CNAME ഈ ഒരു കോളത്തിനകത്ത് ഈ ഒരു ആട്രിബ്യൂട്ട് P ബ്രാൻഡിലോട്ട് വരുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ വാല്യൂസ് വന്നിട്ടുണ്ട്. ഒന്ന് വന്നിരിക്കുന്നത് നൈക്കി എന്നും ഒരെണ്ണം വുഡ്ലാൻഡും. ഇനി രണ്ടാമത്തെ കസ്റ്റമറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അഡിഡാസ്, വുഡ്ലാൻഡ് എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ വാല്യൂസ് വന്നിട്ടുണ്ട്. ഇനി വേറൊരു രീതിയിലും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോസും കോളംസും വെച്ചുള്ള ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ അവിടെ മൾട്ടിപ്പിൾ വാല്യൂസ് വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു റോ എടുക്കുകയാണെങ്കിൽ CID, P ബ്രാൻഡ് ഇതിന്റെ റോസ് ആൻഡ് കോളം ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് വന്നിട്ടുള്ളത്. അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് നോർമൽ ഫോം. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 സൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് സൊല്യൂഷൻ എന്താ നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ ആണ് ഞാൻ ഈ ടേബിളിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തുള്ള നൈക്കി, വുഡ്ലാൻഡ്, അഡിഡാസ്, വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സിനെ അങ്ങ് 2 റോസ് ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 1AA നൈക്കി, 1AA വുഡ്ലാൻഡ് ആ ഒരു റിപ്പീറ്റേഷൻ വന്നു. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും CID, CNAME കുറെ വാല്യൂസ് സെയിം വന്നിട്ടുണ്ട്. അതായത് റിപ്പീറ്റേഷൻ വന്നു എന്നുള്ളത് ഈ ഒരു മെത്തേഡിന്റെ ഒരു പ്രോബ്ലം ആണ്. ഇനി വേറൊരു സൊല്യൂഷൻ കൂടിയുണ്ട്. വേറൊരു രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് മാറ്റുന്നത് എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ സൊല്യൂഷൻ ഈ ഒരു ടേബിൾ ആണ്. ഈ ടേബിൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ബ്രാൻഡുകൾ ഉണ്ട്, മെയിൻലി 3 ബ്രാൻഡുകളാണ് വന്നിട്ടുള്ളത്, നൈക്കിയും അഡിഡാസും വുഡ്ലാൻഡും. അപ്പൊ എത്ര ബ്രാൻഡ്സ് ഉണ്ടോ അത്രയും ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ഓരോരോ കോളംസ് ഉണ്ടാക്കുകയാണ്. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കോളംസ് ഉണ്ടാക്കി ഒപ്പം ഓരോ കസ്റ്റമറിന്റെ നെയിമും IDയും കൊടുത്തുകൊണ്ട് എഴുതിയ സമയത്ത് എല്ലാ കസ്റ്റമറും എല്ലാ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റും വാങ്ങുന്നില്ല. അപ്പൊ വാങ്ങാത്ത സ്ഥലത്ത് അവിടെ നൾ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് ബ്രാൻഡ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് കോളംസ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. പ്ലസ് അതിൽ തന്നെ ചില ബ്രാൻഡുകൾ 1-2 ബ്രാൻഡ് മാത്രം യൂസ് ചെയ്ത ആളിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് അവിടെ കുറെ നള്ളായിട്ടുള്ള കുറെ കോളംസ് വരേണ്ടതായിട്ട് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൽ അനാവശ്യമായിട്ട് കുറെ സ്പേസ് അവിടെ പോവുകയും ചെയ്യും. ഇതും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ തേർഡ് സൊല്യൂഷൻ എന്താന്ന് നോക്കാം. തേർഡ് സൊല്യൂഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നോർമലൈസേഷൻ എന്നുള്ള മെത്തേഡ് ഇങ്ങനെയാണ് നടക്കുന്നത്. അതായത് എവിടെയെങ്കിലും ഒരു നോർമൽ ഫോമിനെ ബ്രേക്ക് ചെയ്യുന്നോ അന്നേരം അത് ഫോളോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ ടേബിളിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് കിട്ടുന്നതിന് വീണ്ടും അതേ നോർമൽ ഫോം എന്നുള്ളത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടേബിളിനെ, നമ്മുടെ ഗിവൺ ടേബിളിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഒരെണ്ണത്തിൽ CID, CNAME വന്നിട്ടുണ്ട്, രണ്ടാമത്തിലേക്ക് CID,
പി ബ്രാൻഡും വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ ഈ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ബേസ് ടേബിൾ, രണ്ടാമത് വന്നിരിക്കുന്നത് അതിൽ നിന്ന് വന്നിരിക്കുന്ന ഡിറൈവ്ഡ് ടേബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേബിളിൽ നമുക്കറിയാം CID എന്നുള്ളത് യുണീക്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ CID-നെ നമുക്ക് ഇതിനകത്ത് പ്രൈമറി കീ ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ടേബിളിലോട്ട് വരുമ്പോൾ CID റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ദാറ്റ് മീൻസ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അത് ഫോറിൻ കീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടേബിളിൽ പ്രൈമറി കീ ആയിട്ട് അല്ലെങ്കിൽ ഒരു കീ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നത് CID P ബ്രാൻഡ്, ഇത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് കീ ആയിട്ടാണ് അവിടെ കീയെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കുഞ്ഞതൊന്നും ആയിരിക്കില്ല നമ്മളുടെ ടേബിൾ എന്ന് പറയുമ്പോൾ, അതിനകത്ത് ഇനിയും ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ജസ്റ്റ് നമ്മളുടെ ഈ ഒരു എക്സാമ്പിൾ, ഇത് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുഞ്ഞു പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു വേ ആണ് പെർഫെക്റ്റ് വേ നോർമലൈസേഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബാക്കി ഇതിൽ എങ്ങനെയെല്ലാം മെത്തേഡ്സ് ഉണ്ടെന്നുള്ളത് കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡും ഉണ്ട്, അതിനുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇത് ഒരു ഫസ്റ്റ് നോർമൽ ഫോം എന്നുള്ള ഫോമിലോട്ട് ഈ ഒരു ടേബിളിനെ മാറ്റിയെടുത്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സെക്കൻഡ് നോർമൽ ഫോമിലാണ്. അപ്പൊ സെക്കൻഡ് നോർമൽ ഫോം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റിലെ ഗിവൺ ടേബിളിലേക്ക് കുറച്ച് ആട്രിബ്യൂട്ട്സും കുറച്ച് ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്തതിനു ശേഷം അത് സെക്കൻഡ് നോർമൽ ഫോമിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് നോർമൽ ഫോം എന്താണ്, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. So second normal form next class നമുക്ക് ഡിസ്കസ് ചെയ്യാം. Thanks for watching. See you on next class. Bye.